റെസിൻ ആർട്ടിൽ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഒരു ഡിസൈൻ വർക്കുകളാണ്. നമ്മുടെ പാഷന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനുകൾ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ഡിസൈനുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യുക. ഇത് റെസിൻ ആർട്ട് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് അത് പഠിച്ചെടുക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. നമ്മൾ അതിൻ്റെ അകത്ത് 2 കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 കെമിക്കൽ എങ്ങനെ മിക്സ് ചെയ്യണം, അതിൻ്റെ ടൈമിങ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് അത്ര വലിയ പാടൊന്നുമില്ല. നമ്മുടെ കഴിവുകൾ അതിനകത്ത് എങ്ങനെ ഇത് ചെയ്യാം, ഇൻവോൾവ് ചെയ്യിക്കാം. നമ്മുടെ വരയ്ക്കാനുള്ള കഴിവുകളുണ്ടാവും, മറ്റു രീതിയിലുള്ള ആർട്ട് വർക്കുകൾക്കുള്ള കഴിവുകളുണ്ടാവും, ക്രാഫ്റ്റിംഗ് വർക്കുകൾ. അപ്പോൾ അതെങ്ങനെ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് പുതിയ ഡിസൈനുകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മെത്തേഡ് എങ്ങനെ അതിനകത്ത്, നിങ്ങളുടെ ഐഡിയാസ് എങ്ങനെ അതിനകത്ത് ഇൻവോൾവ് ആക്കാം, അങ്ങനെയാണ് നമുക്ക് എന്നാലാണ് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. വേറെ ആളെ കോപ്പി അടിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല. എല്ലാവരും യുണീക്കാണ്. എല്ലാവർക്കും അവരുടേതായ ഐഡിയകളും കളർ പാറ്റേൺസ്, മെയിനായിട്ട് കളർ പാറ്റേൺസ്, അത് ഒരാളുടെ ചെയ്യുന്ന കളർ പാറ്റേൺ ആയിരിക്കില്ല വേറെ ആൾ ചെയ്യുന്നത്. എല്ലാം യുണീക്കാണ്. ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ചുള്ള കളർ പാറ്റേൺസ് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഒരു കാര്യം. പിന്നെ അതിനകത്ത് സേഫ്റ്റി നമ്മൾ അതിനകത്ത് ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ അത് കണ്ണിലോ മറ്റോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അപ്പോൾ അതിന് നമ്മളത് സൂക്ഷിച്ച് വേണം. നമ്മളതിന് കണ്ണിന് പ്രൊട്ടക്ഷനായിട്ട് ഗ്ലാസ് യൂസ് ചെയ്യാം, പിന്നെ കൈക്ക് പ്രൊട്ടക്ഷനായിട്ട് ഗ്ലൗസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വയ്ക്കുന്ന സ്ഥലം, അത് ചെയ്യുന്ന സ്ഥലം നല്ല ലെവലായിട്ടുള്ളൊരു ടേബിളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ലെവലല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈയിൽ ഒരു സൈഡിലോട്ട് അതിൻ്റെ ഒരു ഇത് വരും, ഒരു സൈഡിലോട്ട് തിക്നെസ് കൂടിയും ഒരു സൈഡ് കുറഞ്ഞു പോകും. പക്ഷേ ഡൈ വയ്ക്കുന്ന നമ്മൾ ടേബിളിൽ വെച്ചിട്ട് നമ്മൾ അതിലോട്ട് കെമിക്കൽ ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒരു സൈഡിലോട്ട് ആയി കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് ഓരോ ചുറ്റും ഒരേ തിക്നെസ് നമുക്ക് കിട്ടില്ല. നമ്മളൊരു ലെവൽ നോക്കുന്ന ഒരു മെഷീൻ വെച്ചിട്ട് വേണം നമ്മളതിൻ്റെ തിക്നെസ് കറക്റ്റ് ചെയ്യാനായിട്ട്, ഒരേപോലെ ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ടേബിൾ ലെവലാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഡസ്റ്റ് നമ്മുടെ ഇതിന് ഭയങ്കരമായിട്ട് ഉപദ്രവം ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ എത്ര നല്ല വർക്ക് ചെയ്താലും അതിനകത്ത് ഡസ്റ്റ് വീണ് കഴിഞ്ഞാൽ ആ ഡസ്റ്റ് നമ്മൾ ഒരു കാരണവശാലും റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇരുന്ന് വേണം നമ്മൾ ഈ വർക്ക് ചെയ്യാൻ. നമ്മുടെ ടേബിളും അതേപോലെ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ വർക്ക് ചെയ്യാൻ. ഡസ്റ്റ് അവിടെ വരില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. ഡസ്റ്റ് നമ്മുടെ മേളിലെന്തെങ്കിലും കവറിങ് വയ്ക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ മസ്റ്റായിരിക്കും. നമ്മൾ ഇൻഡോറാണ് ചെയ്യുന്നതെങ്കിൽ അത്ര പ്രശ്നമില്ല. ഔട്ട്ഡോറാണ് ചെയ്യുന്നതെങ്കിൽ ഡസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പുറത്തുനിന്ന് കാറ്റടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഓബ്ജക്ട്സ്, എന്തെങ്കിലും സാധനങ്ങൾ അതിനകത്തോട്ട് പൊടിയോ മറ്റുള്ള എന്തെങ്കിലും പറന്ന് വീണ് കഴിഞ്ഞാൽ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ സ്പോയിൽ ചെയ്ത് കളയും. പിന്നെ അതുപോലെ ഇത് ഡ്രൈ ആയി കിട്ടാനായിട്ട് നമ്മൾ ഈ കെമിക്കൽ വൺസ് മിക്സ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു 24 hours തൊട്ട് ഒരു 72 hours വരെ എടുക്കും. ഡിപ്പെൻസ് ഓൺ അതിൻ്റെ ആ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ്, ഉപയോഗിക്കുന്ന പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് അതിനകത്ത് ഇത് വരുന്നത്. അപ്പോൾ നമ്മളത് ഡ്രൈ ആവുന്ന സമയം വരെയും അതിനകത്ത് ഡസ്റ്റ് വീഴാതെ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളത് ഡൈയിൽ നമ്മൾ ഈ കെമിക്കൽ ഒഴിച്ചതിന് ശേഷം അത് കവർ ചെയ്ത് വെക്കണം. അത് കവർ ചെയ്ത് വെച്ചാലാണ് അതിനകത്ത് വീണ്ടും നമ്മൾ അതൊരു സേഫായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഡ്രൈ ആയി നമുക്ക് അതിൻ്റെ ഒരു മിറർ എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്, കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്. കയ്യിലോട്ട് നമുക്ക് കെമിക്കലാകാതിരിക്കാനായിട്ട്. ഇൻ കേസ് കയ്യിൽ കെമിക്കലായാൽ തന്നെ നമുക്ക് ഒരു ആൽക്കഹോൾ 90% കോൺസെൻട്രേറ്റുള്ള ആൽക്കഹോൾ ഉപയോഗിച്ച് കൈ ക്ലീൻ ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്തിട്ട് ക്ലോത്ത് വെച്ച് തുടച്ച് ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് തുടച്ച് കളഞ്ഞാൽ മതി. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് മോയ്സ്ചർ കണ്ടൻറ്റ് വരാതിരിക്കാൻ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചർ അധികം ഉണ്ടെങ്കിൽ ഇത് ഡ്രൈ ആവാനായിട്ട് സമയമെടുക്കും. അതുപോലെ ടെമ്പറേച്ചർ ഒരു 25 degree എങ്കിലും മിനിമം വേണം, എന്നാലാണ് അത് ഡ്രൈ ആവുള്ളൂ ഈ പറയുന്ന സമയം കൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആവാൻ സമയമെടുക്കും. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടിയാൽ തന്നെയും ഡ്രൈ ആവാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.